ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ ഓറിയോ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തൊരു റെസിപ്പിയാണിത്. നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഓവനൊന്നും വേണമെന്നില്ല. പിന്നെ അധികം സമയവും വേണ്ട, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഈ കേക്കിൻ്റെ വെയിറ്റ് വന്നിട്ട് 1.3 kg ആണ്. ഞാൻ 1 kgൻ്റെ പ്രൈസിനാണ് ഇത് സെയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓറിയോ കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഓറിയോ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ചാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 4 മുട്ട എടുത്താണ്. എന്നിട്ട് അതൊന്ന് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് കുറച്ചായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഞാൻ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി. അതൊന്ന് ബീറ്റാക്കിയതിന് ശേഷം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കണതിന് മുന്നേ തന്നെ കേക്കിൻ്റെ ടിന്നൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. ബട്ടർ പേപ്പർ വെച്ചിട്ട് അതൊന്ന് സെറ്റാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുകയാണ്. ഞാൻ ബട്ടർ പേപ്പർ കട്ട് ചെയ്യുന്ന മെത്തേഡ് ചിലപ്പോൾ എല്ലാവരും ചെയ്യുന്നതാവും, എന്നാലും ഞാൻ പറഞ്ഞു തരാം. അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ പാൻ്റെ മേലെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈസിൽ, ഇപ്പം സ്ക്വയർ ആണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യുക, റെക്റ്റാങ്കിൾ ആണെങ്കിൽ അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മുടെ ബട്ടർ പേപ്പർ ആദ്യം ഇതുപോലെ 4ആയിട്ട് മടക്കുക. ഇനി ഇത് ട്രയാങ്കിൾ ആക്കിയിട്ട് ജസ്റ്റ് ഒരു ഫോൾഡും കൂടെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മുടെ ഈ ട്രയാങ്കിളിൻ്റെ പോയിൻ്റായിട്ട് വരുന്ന ഭാഗമില്ലേ, അത് പാൻ്റെ നടുവിലായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇപ്പം ആ റൗണ്ട് പോലെ അങ്ങനെ വരുന്ന ആ ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ പാൻ്റെ ഒരു ഷേപ്പ് വരും. ഇങ്ങനെ ഒരു വളഞ്ഞിട്ടുള്ളൊരു ഷേപ്പ് വരും. അപ്പോൾ അതിലൂടെ അങ്ങ് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റൗണ്ടിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇനി പാൻ്റെ സെൻറ്ററിലും സൈഡിലൊക്കെ നമുക്ക് ഓയിൽ തടവിയിട്ട് ബട്ടർ പേപ്പർ അതിൽ ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് സിഫ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ 1 കപ്പിൻ്റെ മെഷറിംഗ് കപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാക്കി ഭാഗം മൈദ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കുകയാണ്. മൈദ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓവറായിട്ട് അങ്ങനെ കുത്തി നിറയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്തെടുത്താൽ മതി. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കാം. അപ്പം ഒരു 1-2 പ്രാവശ്യം അരിച്ചെടുക്കാൻ നോക്കുക. അപ്പോഴാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരിക. ഇനി നമ്മുടെ മുട്ടൻ്റെ ബാറ്ററിലേക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൂടെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് മുട്ടൻ്റെ ആ മിക്സിലേക്ക് ചേർക്കുന്ന സമയത്തും സിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനത്തെ സ്റ്റെപ്പായിട്ടുള്ള ബേക്കിംഗ് സോഡയും വിനീഗറും കൂടെ മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1/2 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചിട്ട് അതൊന്ന് പതഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഈ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഞാൻ എപ്പോഴും കേക്ക് കുക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കാൻ പോണത്. അതുകൊണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു വലിയ പാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ റിങ് വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ കേക്ക് ടിൻ അതിലേക്ക് ഇറക്കി വെച്ചിട്ട് ആ പാൻ നന്നായിട്ട് കവർ ചെയ്ത് മേലെ എന്തെങ്കിലും വെയിറ്റ് വെച്ച് കൊടുക്കും. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ബാറ്റർ ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം കേക്ക് ടിൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക, അതിൽ എയർ ബബിൾസൊക്കെ പോകാനായിട്ട്. എന്നിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ. കേക്ക് റെഡിയാവുന്ന നേരം കൊണ്ട് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ്. നമുക്കിതുപോലെ 2 വലിയ പാക്കറ്റ് ഒറിയോ വേണം. ഒന്ന് ഉള്ളിൽ ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാനും പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്, മറ്റൊരെണ്ണം പൊടിച്ചിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് കൊടുക്കാനും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വിപ്പിംഗ് ക്രീമിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കാൻ പോവാണ്. ഈ മിക്സിയിലേനു ഞാൻ നേരത്തെ പഞ്ചസാര പൊടിച്ചെടുത്തത്. അപ്പോൾ അതിൽ തന്നെ ഓറിയോ പൊടിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ചും കൂടെ മധുരമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഓരോന്നോരോന്നായിട്ട് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പീസാക്കിയിട്ട് മുറിച്ചിട്ട് കൊടുക്കുക. എന്നാൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞു കിട്ടും. ക്രീമും ബിസ്ക്കറ്റും സെപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, അതേപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി.
ഇപ്പോൾ ഞാൻ ബിസ്ക്കറ്റ്സൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഫൈനായിട്ട് തന്നെയാണ് പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്കിത് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ 1 kgൻ്റെ കേക്കാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഒരു 1.5 കപ്പ് അല്ലെങ്കിൽ 2 കപ്പിൻ്റെ അടുത്ത് വിപ്പിംഗ് ക്രീം വേണ്ടി വരും. അപ്പോൾ ഞാൻ അത്രയും വിപ്പിംഗ് ക്രീം എടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് ബീറ്റ് ചെയ്തെടുത്തതാണ്. പൊടിച്ച പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് ഈ പൊടിച്ചിട്ടുള്ള ബിസ്ക്കറ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ദാ ഇപ്പം നമ്മുടെ ക്രീമും റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് 25 മുതൽ 30 മിനിറ്റ് വരെയാണ് ഈ കേക്ക് ബേക്ക് ആവാനായിട്ട് എടുത്ത ടൈം. അങ്ങനെ ബേക്കായി കഴിഞ്ഞപ്പോൾ ഞാനത് കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റി. പിന്നെ ഇപ്പം നല്ലോണം ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 ലെയർ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മളിങ്ങനെ ലെയർ ചെയ്തിട്ട് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നല്ലോണം ശ്രദ്ധിച്ചിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പം കേക്ക് മുറിഞ്ഞു പോവും. ഇപ്പം ഞാൻ കുറച്ച് ഓറിയോ ബിസ്ക്കറ്റ്സ് ഇങ്ങനെ കൈ വെച്ചിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്, നമ്മുടെ കേക്കിൻ്റെ അകത്ത് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടേൺ ടേബിളിൽ കേക്ക് ബോർഡൊക്കെ വെച്ച് സെറ്റാക്കി. ഇനി ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ ഈ നോസിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാവുമ്പോൾ നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. ക്രീം ഈവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഞാൻ വേറൊരു പൈപ്പിംഗ് ബാഗിൽ നോസിലൊന്നും ഇടാതെ ക്രീം നിറച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് മറ്റൊരു പൈപ്പിംഗ് ബാഗ് എടുത്തിട്ടാണ് ഇപ്പം നോസിലിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് നോസിൽ മാറ്റണം, വേറെ വല്ല ഡിസൈനൊക്കെ ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ ഇപ്പം നമ്മൾ നോസിൽ ഇട്ടതിൽ തന്നെയാണ് ക്രീം ഫില്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെ നോസിൽ മാറ്റാൻ നമുക്ക് പ്രയാസമാവും. കാരണം ആ ക്രീം കംപ്ലീറ്റ് പുറത്തേക്ക് എടുക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് നോസിൽ എടുത്തിട്ട് മാറ്റാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ നല്ല സുഖമാണ്. കാരണം പുറത്തുള്ള പൈപ്പിംഗ് ബാഗ് മാത്രം നമുക്ക് എടുത്തിട്ട് അതിൽ നിന്ന് നോസിൽ ഒഴിവാക്കി വേറെ നോസിൽ ഇട്ട് കൊടുക്കാനൊക്കെ ഈസിയാണ്. അപ്പം പെട്ടെന്ന് ചെയ്തെടുക്കാനും ഇങ്ങനെ ഭയങ്കര മെസ്സാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യലുള്ളത്. ഇനി നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പം താഴെ കേക്ക് ബേസിൽ ആദ്യം കുറച്ച് ക്രീമാക്കി കൊടുക്കുക, നമ്മുടെ കേക്ക് ഇളകി പോകാതെക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് ലെയർ കേക്ക് വെക്കുക. ഇപ്പോൾ ഞാൻ ഈ ലെയർ ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ട് വെറ്റാക്കി കൊടുത്തേണ്. ഇനി നമുക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ലൊരു ലെയർ ആക്കിയിട്ട് കുറച്ച് കട്ടി തന്നെ അപ്ലൈ ചെയ്തെടുക്കുക. അതൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുത്തതിന് ശേഷം നമുക്കിതിന് മേലെ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ഓറിയോൻ്റെ പീസസ് എല്ലാ സ്ഥലത്തും ഒന്ന് വെച്ച് കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ മേലായിട്ട് അടുത്ത ലെയർ കേക്ക് വെച്ചതിന് എന്നിട്ട് അത് ഷുഗർ സിറപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെറ്റാക്കി കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മേലായിട്ട് നമുക്ക് ഒരു ലെയർ ക്രീം വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് ഓറിയോൻ്റെ പീസസ് മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ തേർഡ് ലെയർ കേക്ക് വെച്ചിട്ട് അതും ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ സൈഡ്സും പിന്നെ മേൽഭാഗവും ഒക്കെ ക്രീം വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പൈപ്പിംഗ് ബാഗിലായതുകൊണ്ട് സൈഡൊക്കെ കവർ ചെയ്യാൻ നല്ല ഈസിയാണ്. ഇങ്ങനെ ഇങ്ങനെ വരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് അത് നമ്മുടെ സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ തന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും. കുറേ നേരം ആ ക്രീം വെച്ച് കളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ കേക്ക് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് ലെവലാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഏതാണ്ട് ഒരു 10-15 മിനിറ്റോളം ഒന്ന് സെറ്റാവാനായിട്ട് ഫ്രീസറിൽ വെക്കുക. കേക്കിൻ്റെ മേലായിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗനാഷ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ക്രീം ആദ്യം ഒന്ന് വെയിറ്റ് നോക്കിയിട്ട് എടുക്കുകയാണ്. ഇതുപോലൊരു വെയിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല അക്യുറേറ്റ് ആയിട്ട് വെയിറ്റ് നോക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ കപ്പിലെടുക്കുക. ഇപ്പോൾ നിങ്ങൾ 2 പോർഷൻ ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1 പോർഷൻ ക്രീം എടുക്കുക. അതായത് ഇപ്പം 50 ഗ്രാം ക്രീമാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ 100 ഗ്രാം ചോക്ലേറ്റ് എടുക്കുക. അതാണ് നമ്മൾ ആ ഗണാഷിനായിട്ടുള്ള ഒരു റേഷ്യോ എന്ന് പറയുന്നത്. ഞാനിപ്പം കുറേ ക്രീം എടുക്കുന്നുണ്ട്. എനിക്ക് വേറെയും കേക്കിന് ഈ ഗനാഷ് ആവശ്യമുണ്ട്. അത് കാരണം ഞാൻ ഈ പാക്കറ്റ് കംപ്ലീറ്റ് ക്രീം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ വെയിറ്റിൻ്റെ ഡബിളായിട്ടാണ് ചോക്ലേറ്റ് എടുക്കാൻ പോണേ.
ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഞാൻ ഗനാഷ് ആക്കാൻ പോണത്. അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതൊന്ന് തിളപ്പിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ക്രീം ആക്കിയിട്ടുള്ള ആ ഒരു ബൗൾ വെച്ചിട്ട് ക്രീം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ക്രീം ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. ഡാർക്ക് കോമ്പൗണ്ടാണ് ഞാൻ യൂസ് ചെയ്യണത്. ഏതാണ്ട് ഒരു 460 ഗ്രാമോളം ചോക്ലേറ്റ് ഉണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ ചോക്ലേറ്റ് നല്ലോണം മെൽറ്റായി ഗനാഷ് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഗനാഷ് ആക്കാനൊക്കെ ആയിട്ട് എടുക്കുന്ന പാത്രം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം മാത്രം എടുക്കുക. ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഗനാഷ് ഇതുപോലെ ആയിട്ട് കിട്ടൂല, ഒരുമാതിരി കട്ട പിടിച്ച പോലെ ഉണ്ടാവും. അപ്പം തീരെ വെള്ളമില്ലാത്ത ബൗൾ നോക്കിയിട്ട് വേണം എടുക്കാൻ. അങ്ങനെ ഇത് നല്ലോണം മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. നന്നായിട്ട് മിക്സാക്കി സ്മൂത്താക്കി എടുക്കുക. അതിനുശേഷം ഏതാണ്ട് നമ്മുടെ റൂം ടെമ്പറേച്ചറിലേക്ക് ആക്കിയെടുക്കുക. ചോക്ലേറ്റ് ചൂടൊക്കെ വിട്ടിട്ട് റൂം ടെമ്പറേച്ചറിലാക്കുക. ചോക്ലേറ്റ് നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മൾ കേക്കിൻ്റെ മേലേക്ക് ഒഴിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഗനാഷ് ചൂടൊക്കെ ആറി കഴിഞ്ഞപ്പോൾ ഞാനതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമ്മുടെ കേക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതാക്കി കൊടുക്കുകയാണ്. കുറച്ച് ഗനാഷ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മളത് ജസ്റ്റ് ഒന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വല്ലാതെ പ്രസ് ചെയ്തിട്ട് ആക്കരുത്. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ക്രീമും കൂടെ ഈ ഗനാഷിൻ്റെ കൂടെ അങ്ങ് പോരും. അപ്പോൾ അതുകൊണ്ട് മെല്ലെ മെല്ലെ മാത്രം ചെയ്തിട്ട് എല്ലായിടത്തും സ്പ്രെഡാക്കി കൊടുക്കുക. ഇനി നമുക്ക് കേക്കിൻ്റെ സൈഡിലായിട്ട് ഡ്രിപ്പിംഗ് പോലെ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ പൈപ്പിംഗ് ബാഗിൽ ഉള്ള ചോക്ലേറ്റ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് പിന്നെ ഇങ്ങനെ പൊന്തിച്ച് അങ്ങനെ ആക്കിയിട്ട് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു ഡ്രിപ്പിംഗ് എഫക്റ്റ് കിട്ടും. ഇപ്പോൾ ഞാൻ പൈപ്പിംഗ് ബാഗിൽ സ്റ്റാർ നോസിലിട്ടിട്ട് അത് വെച്ചിട്ട് കേക്കിൻ്റെ ബോർഡർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ആ സെയിം നോസിൽ വെച്ചിട്ട് തന്നെ മേലെയും ഡിസൈൻ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഡിസൈൻസിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒറിയോ ബിസ്ക്കറ്റ് ഇങ്ങനെ പകുതി മുറിച്ചിട്ട് വെച്ച് കൊടുക്കാം. നല്ലൊരു ഭംഗിയാണ് അങ്ങനെ വെക്കുമ്പോൾ. അങ്ങനെ എല്ലാ ഡെക്കറേഷനും കഴിഞ്ഞതിന് ശേഷം ഞാൻ കേക്ക് ഏതാണ്ട് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചു. അതിനുശേഷമാണ് പിന്നെ പാക്ക് ചെയ്ത് ഡെലിവറി ചെയ്തത്. ഇത് ഓർഡർ കിട്ടിയ കേക്ക് ആയതുകൊണ്ട് എനിക്ക് കട്ട് ചെയ്ത് കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ബർത്ത്ഡേക്കുള്ള കേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേ കേക്ക് ടോപ്പറും വെച്ചിട്ടുണ്ട്. ഇവരായിരുന്നു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ നിങ്ങളും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ നിങ്ങൾക്കും നമ്മുടെ കേക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. സ്ക്രീനിലും നമ്പർ ഉണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പക്ഷേ അത് എൻ്റെ പേഴ്സണൽ നമ്പറല്ല. കുറേ പേര് എൻ്റെ നമ്പറാണെന്ന് വിചാരിച്ചിട്ട് മെസ്സേജ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അനിയന്മാരാണ് അത് ഡീൽ ചെയ്യുന്നത്. നമ്മൾ കേക്ക് ഓർഡർ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം സെറ്റാക്കിയിട്ടുള്ളൊരു നമ്പറാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇനി എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക. ഞാൻ ഇൻഷാല്ലാ റിപ്ലൈ തരാൻ നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ റെസിപ്പീസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്